മുണ്ടക്കയത്ത് ടൂറിസ്റ്റ് ബസ് കത്തി നശിച്ചു. ബസ്സിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന ആശ്വാസമുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുണ്ടക്കയം ടൗണിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോട്ടയം സ്വദേശികളുടെ മോക്ഷ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് കത്തിയത്. ഷിനോജ് ജസ്റ്റി വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. ഷിനോജ്, യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന വലിയ ആശ്വാസകരമായ സാഹചര്യം ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു തീപിടുത്തം ഉണ്ടായത്? അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, അപകടത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുണ്ടക്കയം ടൗണിലാണ് ഈ സംഭവം നടക്കുന്നത്. മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ്. കുമളിയിൽ നിന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് വരികയായിരുന്നു. ഈ ഓടി വരുന്നതിനിടെ മുണ്ടക്കയം ഭാഗം എത്തുന്ന സമയത്ത് ഈ ബസ്സിന്റെ ടയറിൽ ചില പ്രശ്നങ്ങളൊക്കെ തോന്നി. ഒരുപക്ഷെ പഞ്ചർ പോലെ തോന്നിയതാകാം. അങ്ങനെ ഈ ബസ്സിലുണ്ടായിരുന്ന 45 യാത്രക്കാരെയും പുറത്തേക്ക് നിർത്തി ഈ ടയർ പരിശോധിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിൽ ടയർ പൊട്ടിത്തെറിച്ചത്. വാഹനത്തിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയും ഈ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തീ വാഹനത്തിനുള്ളിലേക്ക് പടരുകയുമായിരുന്നു. എന്തായാലും ഈ യാത്രക്കാർ ഉൾപ്പെടെ പുറത്തേക്ക് എത്തിയത് കൊണ്ട് വലിയ രീതിയിൽ അപകടമൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും ഈ വാഹനത്തിനുള്ളിൽ ഈ 45 യാത്രക്കാരുടെയും ഒപ്പം തന്നെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഈ ഉള്ളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വസ്തുക്കൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഫയർഫോഴ്സും ഒപ്പം ഈ ഹൈവേ പോലീസും ഉൾപ്പെടെ എത്തിയാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. കോട്ടയം സ്വദേശികളുടെ മോക്ഷ എന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഈ കത്തി നശിച്ചത്. 45 അംഗ വിനോദയാത്ര സംഘമാണ് ബസ്സിനകത്തുണ്ടായിരുന്നത്. രതീഷ്, ശരി, വലിയൊരു അപകടമാണ്. എല്ലാവരും രക്ഷപ്പെട്ടു വന്നത് മഹാഭാഗ്യം. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്.